സംസ്ഥാന ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനം കെ സുരേന്ദ്രന് നഷ്ടമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനുവരി 15-നകം കേരളത്തിൽ ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷനുണ്ടാകും എന്നാണ് സൂചന. കെ സുരേന്ദ്രന്റെ അണികൾ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് തന്നെ അധ്യക്ഷ പദവിയിൽ ഒരു തുടരവസരം ലഭിക്കുമെന്നായിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം ഉൾപ്പെടെ സുരേന്ദ്രന്റെ മേന്മയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അവർ വ്യാപകമായി വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. എന്നാൽ കേരളത്തിലെ ബി.ജെ.പിയെ ഉത്തേജിപ്പിക്കുവാനും പ്രൊഫഷണൽ സമീപനത്തിലേക്ക് കൊണ്ടുവരുവാനും ഗ്രൂപ്പുകൾക്ക് അതീതനായ കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള സ്ത്രീകളെയും യുവാക്കളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. മറ്റാരുമല്ല, തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിറപ്പിച്ച മുൻ കേന്ദ്രമന്ത്രിയും ശതകോടീശ്വരനുമായ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് തന്നെയുള്ള ശോഭാ സുരേന്ദ്രനെയും എം.ടി. രമേശിനെയും എല്ലാം പരിഗണിക്കുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ നിൽക്കുന്ന ശക്തമായ വിഭാഗീയത ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുവാനും രാജീവ് ചന്ദ്രശേഖരനെ നിയോഗമേൽപ്പിക്കുവാനും കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാനും നാളുകളായി വി മുരളീധരൻ, പി.കെ. കൃഷ്ണദാസ് വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അന്തഛിദ്രം ബി.ജെ.പിയിൽ രൂക്ഷമാകുകയാണ്. ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് ഉണ്ടായാൽ മറുവിഭാഗം അയാളെ അട്ടിമറിക്കുകയും അയാളുടെ പ്രവർത്തനങ്ങളോട് നിസ്സഹകരിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഗ്രൂപ്പുകൾക്ക് അതീതനായ രാജീവ് ചന്ദ്രശേഖരനെ എത്തിക്കുന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയ പ്രചരണ കോലാഹലങ്ങളും അവിടെ മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ മുന്നേറ്റവുമെല്ലാം ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിച്ച മറ്റ് ഘടകങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി വമ്പൻ നീക്കങ്ങൾ നടത്തി വലിയ നേട്ടങ്ങൾ കൊയ്യുവാനാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി 100 ഭരണം ഉറപ്പിക്കുക, തിരുവനന്തപുരവും തൃശൂർ കോർപ്പറേഷന്റെയും ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കേരളത്തിന്റെ പ്രത്യേക ചുമതലയും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 14 ജില്ലകളുള്ള കേരളത്തെ 30 ഉപജില്ലകളായി വിഭജിച്ച് 30 ജില്ലാ പ്രസിഡന്റുമാരെ നിയോഗിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുവാനാണ് ബി.ജെ.പി പദ്ധതിയിടുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണലായ ഒരു ബി.ജെ.പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഏറ്റവും പുതിയ രാഷ്ട്രീയ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.